ചിമ്മിനി വന്യജീവി സങ്കേതത്തെ കുറിച്ച് ഉള്ള കുറച്ച് അറിവുകൾ അത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ ഈ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ മൂന്നൂരം താലൂക്കിലായിരുന്നു. ഇപ്പോൾ ചാലക്കുടി താലൂക്കിലേക്ക് മാറി പുതിയ താലൂക്ക് വന്നപ്പോൾ അതിൻ്റെ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് നമ്മുടെ ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വിസ്തൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണുള്ളത്. അധികം വലുതൊന്നുമല്ല. പെരിയാർ ടൈഗർ റിസർവ് ഒക്കെ ഏതാണ്ട് 1000ഓളം സ്ക്വയർ കിലോമീറ്ററോളം ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. ശബരിമല പോലുള്ള സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഒരു ചെറിയൊരു എന്താ പറയുക സെഞ്ചുറിയാണ്. വയനാടായാലും ഇതിനാളും വലുതാണ്, മറ്റു പലതും ഇതിനാളും വലുതാണ്. ഇത് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതി അറിയാലോ എല്ലാവർക്കും. നെല്ലിയാമ്പതിയുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള മലഞ്ചെരുവുകളാണ് ഈ കാണുന്ന നമ്മുടെ നാടക നിങ്ങൾക്ക് മുമ്പ് കാണാം. ട്രക്കിങ്ങിന് മുമ്പും ഫാമിലി മുമ്പ് കാണാം. വളരെ മനോഹരമായൊരു സ്ഥലം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം കേരളത്തിലെ പല ഡാമുകളിൽ പോയി നിങ്ങൾ അതിൻ്റെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തതിനേക്കാളും വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം. കാലത്ത് നേരത്തെ പോയി കഴിഞ്ഞൊരു ആ ഉദയം കാണാനും മറ്റും വളരെ ഭംഗിയുള്ളൊരു സ്ഥലം. പച്ച പതച്ച് കിടക്കുന്ന ഒരു സ്ഥലം. കാരണം കര, വെള്ളം, പച്ചപ്പ് അങ്ങനെ നിൽക്കുന്ന വളരെ മനോഹരമായൊരു ലാൻഡ്സ്കേപ്പിൽ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചിമ്മിനി വന്യജീവി സങ്കേതം. 1984 സ്ഥാപിതമാകുന്നത്. സെപ്റ്റംബർ 25 തീയതി അവിടുന്ന് അങ്ങനെ തുടങ്ങിയത്. ഇത് മുന്നേ പാലപ്പള്ളി റേഞ്ച് കേട്ടിട്ടുണ്ടാകുന്നത് വല്ല വഴിക്ക് കണ്ടുണ്ടായിരിക്കും. പക്ഷേ പാലപ്പള്ളി റേഞ്ച് പൗണ്ടിൻ്റെ അവിടെ അതിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ ഈ ചിമ്മിനി വന്യജീവിസിൻ്റെ ഏരിയ. പിന്നീട് ഇവിടുത്തെ പ്രത്യേകത കൊണ്ടും മറ്റും ഒരു വന്യജീവി സങ്കേതമായി രൂപീകരിക്കണം എന്നുള്ളത് കൊണ്ട് 84 പല നടപടികൾക്ക് ശേഷം 84 ഇത് രൂപീകരിച്ചു. പിന്നീട് അത് അവിടെ നിന്നിട്ട് ഇതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ 1800 കാലഘട്ടങ്ങൾ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരെ മുന്നേ നാടുവാഴികളും രാജാക്കന്മാരൊക്കെ ഇവിടെ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലൂടെയൊക്കെ നിബിഡ വനം എന്ന് പറയാവുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വരുമ്പോൾ കാണാൻ മുറിക്കുന്ന റബ്ബറൊക്കെ കണ്ടില്ലേ, പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. അതോ ആ ഏരിയ പോലും നിബിഡ വനങ്ങളായിരുന്നു. അങ്ങനെ അത്രയും വലിയ മരങ്ങളും എല്ലാ സമ്പത്ത് ഉണ്ടായിരുന്നൊരു കാടായിരുന്നു. അതുകൊണ്ട് പണ്ട് കാലത്തെ രാജാക്കന്മാർക്ക് അറിയാലോ, എന്ത് പണിയിലും തെക്ക വെട്ടുക, അങ്ങനെ തന്നെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് എന്താ ശില്പങ്ങളും പലതും ഉണ്ടാക്കുക, വീടുണ്ടാക്കുക. അങ്ങനെ അനിയന്ത്രിതമായി മുറിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അവസാനം ബ്രിട്ടീഷുകാരുടെ ആ ഒരു കടന്നുവരോട് കൂടിയിട്ട് 1900 കൂടിയിട്ട് അങ്ങനെയുള്ളൊരു മരമുറയൊക്കെ ഇവിടെ നിന്നുപോയി. ഇന്നുപോയി ബ്രിട്ടീഷുകാർ ഇതിനെ സംരക്ഷിക്കണം എന്നുള്ള ആവശ്യമുണ്ട്. കേരളത്തിലോ ഇന്ത്യയിലോ മുഴുവനായിട്ട് ഒരു റിസർവുകൾ രൂപീകരിക്കാൻ തുടങ്ങി. അങ്ങനെ രൂപീകരിച്ചൊരു കോടശ്ശേരി റിസർവിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന ഏരിയ. പിന്നീട് ഇതിൻ്റെ വിസ്തൃതി ഞാൻ പറഞ്ഞില്ല, 85 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാ കാട്ടിൽ കാണുന്ന ആന, പുലി, അതായത് ലെപ്പേർഡ്, ടൈഗർ, കരടി, കാട്ടുപോത്ത് അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും പക്ഷികളും ഉരകങ്ങളും എന്ന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ ഒരു കഴിഞ്ഞ ടൈഗർ സെൻസസ് പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ആണ് ടൈഗർ. ഇതിൻ്റെ ഉള്ളിൽ 85 സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ. പക്ഷേ നമ്മുടെ നമ്മൾ 6 മാസത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് 2 അല്ല അതിൽ കൂടുതലുണ്ടെന്ന് പറയാം. കാരണം നമ്മുടെ തൊട്ടടുത്ത് പോലും നമുക്ക് പലപ്പോഴും അതിൻ്റെ സൈൻ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ആ ചെക്ക് പോസ്റ്റിൻ്റെ പിന്നിൽ 100 മീറ്റർ പിന്നിൽ ഒരു കടുവ ഒരു മാനിനെ പിടിച്ചുകൊണ്ട് വന്നൊരു ഫോട്ടോ പടം നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ നാളെ പോകുന്ന ഏരിയയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ലൈറ്റ് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ 2 കൂടുതൽ കടുവകൾ കൂടി ഉണ്ട്. ലെപ്പേർഡ് എന്ന് പറയുമ്പോൾ അത് പിന്നെ പറയണ്ട, നമ്മുടെ നാട്ടിലെ പട്ടികൾ നടക്കുന്ന മാതിരി അത്രയധികം ഉണ്ട് ഇവിടെ. കാരണം എപ്പോഴും നിങ്ങൾ ഈ തൃശ്ശൂരുള്ള ആൾക്കാർക്ക് തൃശ്ശൂർ എഡിഷൻ പത്രങ്ങളിൽ കാണാം, പാലപ്പള്ളിയിൽ പുലി ഇറങ്ങി, പശുവിനെ പിടിച്ചു, കാടിനെ പിടിച്ചു, പട്ടീനെ പിടിച്ചു, സ്ഥിരം കാണാം.
അത് സ്ഥിരമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സേവിയർ എടുത്തിരുന്നു. ആളിവിടെ ക്യാമ്പ് എടുക്കാൻ ക്ലാസ് എടുക്കാൻ വരും. ആൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവരുമ്പോൾ കുറേ മാനുകൾ കടന്നുപോയി. പിന്നെ ഒരു വേറെ സാധനം കൂടി കടന്നു പോകുന്നുണ്ട്. പുള്ളിയായിരുന്നു. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ഇവിടെ കാണുന്നൊരു സാധനമാണ്. ഞാൻ നാട്ടിലൂടെ ഒരു സർവേക്ക് പോയിട്ട് ഞാൻ മുന്നിൽ പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ മൃഗസഭ ടൈമില് സെപ്റ്റംബറിൽ ഇവിടെ അടുത്ത് കണ്ടാണ്. അതപ്പോൾ ലെപ്പേഡിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. കരടി ഇവിടെ അടുത്തില്ലെങ്കിലും ഈ കാട്ടിൽ നല്ലൊരു സാന്നിധ്യം ഉള്ളൊരു സാധനമാണ്. ആന പിന്നെ പറയണ്ട, ആന ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വേഴാമ്പൽ, ഇവിടെ വേഴാമ്പൽ എത്ര തരം ഉണ്ടെന്ന് അറിയോ? 4 തരം വേഴാമ്പലുണ്ട്. നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമ്പുഴയ്ക്ക് വേഴാമ്പലുണ്ട്. പിന്നെ ഒരു പാണ്ടൻ എന്ന് പറയുന്ന സാധനമുണ്ട്. കോഴി പിന്നെ ചാരൻ എന്ന് പറയുന്ന 4 തരം വേഴാമ്പലുണ്ട്. പിന്നെ 2 തരം ഇവിടെ നമ്മൾ അത്യാവശ്യം കാണുന്നുണ്ട്. ബാക്കിയുള്ള തന്നെ എന്താണെന്നറിയില്ല, ഇവിടെ കാണില്ല. ഈ 4 തരം വ്യക്തമായി കാണുന്ന സ്ഥലം കേരളത്തിൽ തന്നെ വാഴശാലയിലായിരിക്കും. 4 തരം വേഴാമ്പലും യഥേഷ്ടം കാണുന്ന സ്ഥലമാണ് വാഴച്ചാൽ. ഇവിടെ ഒരുപക്ഷെ വാഴച്ചാൽ കൂടെ വെറുതെ സഞ്ചരിച്ചാൽ കാണാൻ പറ്റാവുന്ന രീതിയിൽ അത്രയധികം ഉണ്ട് വാഴച്ചാൽ. അത് മലമ്പുഴയ്ക്ക് വേഴാമ്പലെന്നുകൊണ്ട് എനിക്ക് കൊണ്ടുപോകണം അത്രയധികം. കാരണം ഇടതൂർന്ന കാടുകളും വിദ്യാഹരിത വനങ്ങളുള്ളവർക്കാണ് നല്ല ഹൈറ്റിൽ കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പക്ഷികളുണ്ട്. അതുപോലെ നമ്മുടെ മത്സ്യ സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ കാണുന്ന 210ഓളം ശുദ്ധജല മത്സ്യങ്ങളിൽ 37 തരങ്ങൾ നമ്മുടെ ഈ റിസർവോയറുകളും ഇവിടുത്തെ ചെറു തോടുകളിലായിട്ട് നമുക്ക് കാണുന്നത്. ഈ എന്താ പറയുക, ആറ്റ് ചെമ്പല്ലി, ഒന്നാവാള എന്നൊക്കെ പറയും. പലർക്കും പല പേരുകളാണ് അറിയുന്നത്. പിന്നെ ഈ മലിഞ്ഞീൻ എന്ന് പറയും. അതൊക്കെ നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അതുപോലെ അവിടെ പാമ്പുകളിൽ അത്യാവശ്യം എല്ലാ പാമ്പുകളും ഇവിടെ കാണപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പിനെ അറിയാമോ? രാജവെമ്പാല. അതിൻ്റെ സാന്നിധ്യം കുറച്ച് കൂടുതലുള്ളൊരു സ്ഥലമാണ്. കാരണം അത്യാവശ്യം നല്ല തണുവുള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ്. അവർക്ക് തണവാണ്. നമ്മളിപ്പോൾ ഈ മലമ്പുഴ സ്നേക്ക് പാർക്കിൽ പോയുള്ളവർ കാണാം. രാജവെമ്പാലനെ കണ്ടിട്ടുണ്ടാകും. AC വെച്ചിട്ടാണ് ഡൈവ്. AC-ലാണ് വീഴുന്നത്. രാജവെമ്പാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അറിയോ? ഏതാ മുട്ടയിടാൻ വേണ്ടി കൂടുന്ന ഒരു പാമ്പാണ് ഈ രാജവെമ്പാല. അപ്പോൾ അവരും അത്യാവശ്യം ഇവിടെ ഉണ്ട്. ഞാൻ ഈ വന്ന ടൈമിലോട്ട് തന്നെ 2 എണ്ണത്തിന് ഇവിടെ കണ്ടതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. വലിയ സാധനം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പാതാളതവള കിട്ടുന്നത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു തവളയാണ്. വളരെ റയറുമാണ്. ആ ഒരു പാതാളതവള ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു സർവേ കാര്യങ്ങളൊക്കെ ആയിട്ട് ടീം നടക്കുന്നുണ്ട്. ഇപ്പോൾ വരാറില്ല, ഉണ്ടായിരുന്നില്ല. ഇവിടെ അന്ന് വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ കുട്ടികളെ കണ്ടെത്താൻ പറ്റിയിരുന്നു. അവിടെ ഒരു തോട്ടുകളിൽ പാതാളതവളയുടെ പ്രത്യേകത അറിയാം. അങ്ങനെ അറിഞ്ഞിരിക്കുന്ന ഒരു ഇത് വെച്ചിട്ട് ഇവറ്റ ആദ്യത്തെ മഴയൊക്കെ പെയ്യില്ലേ, ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ഒലിച്ച് വരുമ്പോൾ ഈ അഡൽട്ടായ തവളകളും ഈ വെള്ളത്തിലേക്ക് കയറി വന്ന് മുട്ടയിട്ടിട്ട് ഒറ്റ ഉള്ളിലേക്ക് പോകും. ആ ഒറ്റ ദിവസം മാത്രമേ ഒറ്റ പുറത്ത് വരുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ കുട്ടികളുണ്ടായി ഒറ്റ വലുതായി ശരിക്ക് വാൽമാക്രി അത് കഴിഞ്ഞാൽ തവളയാവുമല്ലോ. അത് അവിടെ വീണ്ടും ഒറ്റ പാതാള മിക്സ് ഇതിൻ്റെ ഭൂമിയുടെ അടിയിലേക്ക് പോവുകയാണ് ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വിശദമായിട്ട് അറിയില്ല. പക്ഷെ അതൊരു അറിയോ, അത് അങ്ങനത്തെ ഒരു തവളയാണത്. അതൊരു എന്താ പറയുക, കേരളത്തിലെ മാത്രമാണ് കാണുമ്പോൾ അപൂർവമാണ്. അതുപോലെ പിന്നെ പറയാനുള്ളത് നമ്മുടെ കാടിന് ഇവിടുത്തെ കാട്, നമ്മുടെ ചിമ്മിനി വെള്ളേശ്വരിയിലെ കാട് എന്ന് പറയുന്നത് 54% ഈ കാട് നമ്മുടെ നിത്യഹരിത വനങ്ങളാണ്. ഈ കാണുന്ന മൊത്തം പറയുന്നത് 54% നിത്യഹരിത വനങ്ങൾ, 34% ഇലപൊഴിയും കാടുകളാണ്.
പിന്നെ 10% നമ്മുടെ കുറ്റിക്കാടും ചെറിയ കാടുകളും പുൽമേടുകളായിട്ട് ഇവിടെ കാണുന്നുള്ളൂ. അതുപോലെ നമ്മുടെ ഈ കാട്ടില് ഇതുപോലെ എന്താ പറയുക, ഈ കുടംപുളി, അതുപോലെ ജാതിക്ക, അങ്ങനെയുള്ള വൈൽഡ് വെറൈറ്റീസ് കുറേ ഉണ്ട് ഇവിടെ. അവിടെ പല വൈൽഡ് വെറൈറ്റീസും കുറേ കിട്ടുന്നത്. അതുപോലെ ഫ്രൂട്ട്സ് ആയാലും 24 തരം വൈൽഡ് വെറൈറ്റീസ് ഉണ്ട് ഇതിനുള്ളിൽ. അത് നമ്മുടെ എല്ലാ കാടുകളും ഉണ്ടായിരിക്കും. പണ്ട് പറയുന്നത് ഇത് കേട്ടിട്ട് നമ്മുടെ നെല്ലുണ്ടല്ലോ, നെൽച്ചെടി, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് കേടുവന്ന് പോയിന്നാണ് പറയുന്നത്. ഏതൊരു കാലഘട്ടമുണ്ട്. പിന്നീട് ഈ നെല്ലിനെ വീണ്ടെടുത്ത് എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് മലമ്പുഴയുണ്ടല്ലോ, മലമ്പുഴയുടെ മുകളിൽ കാടുകളിൽ നിന്ന് കണ്ടെത്തിയ വൈൽഡ് വെറൈറ്റീസിൽ നിന്നാണ് ഈ സാധനം പിന്നീട് വികസിക്കുക എന്നുള്ളൊരു പറയുന്നുണ്ട്. ഓരോ ശാസ്ത്രം പറയുന്നതാണ്, നമുക്ക് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല. അതേപോലെ ഇവിടുത്തെ മഴ ഒരു 3000 മില്ലിമീറ്റർ ഒരു വർഷത്തിൽ ലഭിക്കുന്നുണ്ട്. അതായത് 300 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ കണക്ക്. പിന്നെ നവംബർ മുതൽ ഏപ്രിൽ വരെ അത്യാവശ്യം തണുവുണ്ട്. നല്ല ഈ കാലഘട്ടമുള്ളത് തണുവുള്ളൊരു ഏരിയ ആണ്. അതുപോലെ ഈ നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിന് ഒരു 10 സ്ക്വയർ കിലോമീറ്ററാണ് നമ്മുടെ ഡാം നിൽക്കുന്നത്. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാം. പിന്നെ ഈ ഡാമിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചിട്ടാണ് തൃശ്ശൂർ ജില്ലയിൽ ഒരു 13,000-ഓളം ഹെക്ടർ നെൽകൃഷി വെള്ളക്കെട്ടുള്ള നാളികൾക്ക് മുമ്പ് കാണാം. വെള്ളക്കെട്ട് യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ കരുവല്ലൂർ പുഴ അങ്ങനെ ഏരിയ കൂടെ ചേർന്ന് പോകാനുണ്ടാകും. ഈ ഡാം കെട്ടിയിരിക്കുന്നത് 75 മീറ്റർ ഉയരത്തിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമുകളുണ്ട്. ഈ ഡാം കെട്ടാൻ വേണ്ടി തന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിൽ മലയിൽ ഒലിച്ചു വരുന്നൊരു 250-ഓളം ചെറു അരുവികൾ, ഈ ചെറിയ അവിടെ നിന്ന് ഒലിച്ചു വരുന്ന 250-ഓളം എണ്ണാണ് ഇതിലേക്ക് മൊത്തത്തിൽ എന്താ പറയുക യോജിച്ച് ഈ ഡാമുണ്ടായിരുന്നു. ഇവിടെ ഡാമിലൊരു ചെറുകിട ജലവൈദ്യുത പദ്ധതി കൂടി പ്രവർത്തിക്കുന്നുണ്ട്. 2.5 മെഗാവാട്ടിൻ്റെ ഒരു ജനറേറ്റർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഒരു ഏരിയ വരും. അങ്ങ് അപ്പുറത്ത് നോക്കിയാൽ കാണില്ല, കുറച്ച് ഏരിയ വരും. പിന്നെ പാലക്കാട് അപ്പുറത്ത് ഒളകരാന്നൊക്കെ കേട്ടുണ്ടോ? ഒളകരാന്ന് കുറച്ച് പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് ഒളകര. പിന്നെ മംഗലം ഡാം കേട്ടുണ്ടോ? അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമ്മുടെ ഈ സാങ്കേതികത അതിർത്തിയായിട്ട് വരും. പിന്നെ നമ്മുടെ ഇതിൻ്റെ ആസ്ഥാനം ഞാൻ പറഞ്ഞില്ല, തെച്ചിപ്പാറ എന്നാണ് ഇതിൻ്റെ ആസ്ഥാനം ഇരിക്കുന്നത്. ചുള്ളി ഡാം എന്ന് പറയുന്നുണ്ടെങ്കിലും തെച്ചിപ്പാറയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. തെച്ചി വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ഒരു സാങ്ച്വറിയാണ് ഈ വരുന്നത്. അതൊക്കെയാണ് ഒരു ഇതായിട്ട് പറയാനുള്ളൂ ഈ ചുള്ളിയെ കുറിച്ച്.